ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 6 മണിയോടുകൂടിയാകുമ്പോൾ 64.74% സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പോളിംഗ് കണ്ണൂരിലും ഏറ്റവും കുറവ് പൊന്നാനിയിലുമാണ്. അവസാന മണിക്കൂറിലും പലയിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. പോളിംഗ് സമയം അവസാനിച്ചപ്പോഴും പലയിടത്തും ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ്. പത്തനംതിട്ടയിലും ആറ്റിങ്ങലും അടക്കം പല ബൂത്തുകളിലും കള്ളവോട്ട് പരാതികളും ഉയർന്നു. ഒറ്റപ്പെട്ട ചില സംഘർഷങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായിരുന്നു പോളിംഗ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുമ്പോൾ ആദ്യം തെക്കൻ കേരളത്തിലെ വിശകലനങ്ങളുമായി വി അരുൺ, മധ്യ കേരളത്തിലെ വിശകലനങ്ങളുമായി ടോം കുര്യാക്കോസും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം വി അരുണിലേക്ക്. അരുൺ, വലിയ രീതിയിലുള്ള പ്രതീക്ഷ പുലർത്തിയ തെരഞ്ഞെടുപ്പ്, ആവേശകരമായിട്ട് നടന്ന പ്രചാരണം, അതിനിടയിലും ഒഴിഞ്ഞു മാറാതിരുന്ന വലിയ വിവാദങ്ങൾ, ഇതിനെല്ലാം ഒടുവിലാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അപ്പോഴും ഏറെ പ്രതീക്ഷകൾ തന്നെ സ്ഥാനാർത്ഥികൾ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം തന്നെ ഏത് തരത്തിൽ പോളിംഗ് ശതമാനത്തെ നോക്കിക്കാണുന്നുണ്ട് വിവിധ മുന്നണികൾ. ആ കാറ്റ് ആർക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെയാണ് വിവിധ മുന്നണി ക്യാമ്പുകളിൽ നടക്കുന്നത് ഇപ്പോൾ. അപർണ, സാങ്കേതികമായി വോട്ടെടുപ്പ് അവസാനിച്ചു. 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. പക്ഷേ ഏതെങ്കിലും ബൂത്തിൽ ആളുകൾ 6 മണിക്ക് മുമ്പ് എത്തിയ ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ അവർക്ക് കൂടി വോട്ട് ചെയ്യാനുള്ള അവസരം നൽകും. അങ്ങനെ ഏതെങ്കിലും ബൂത്തുണ്ടെങ്കിൽ മാത്രമാണ് ഇനി അവിടെ വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്, വോട്ടെടുപ്പ് നടക്കുക. അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുന്നു. കേരളം വിധി എഴുതി കഴിഞ്ഞു. അടുത്ത 5 വർഷം ആരാകണം തങ്ങളുടെ ജനപ്രതിനിധി എന്ന്, എത്രത്തോളം അത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഭരണമുന്നണിയായ എൻഡിഎക്കും ഒപ്പം നിൽക്കുന്നവർ എത്രയെന്ന് കേരളം വിധി എഴുതി കഴിഞ്ഞു. ഇവിടെ നിന്ന് ജയിക്കുന്നത് ഇടതുപക്ഷമായാലും UDF നിന്നുള്ള ആളുകളായാലും സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച പ്രതീക്ഷ അവർക്കുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങളിൽ അവർ വിജയം ഉറപ്പിക്കുന്നു. ഈ ഘട്ടത്തിലും ആദ്യം മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആയിരുന്നു സംസ്ഥാനത്ത് ഉടനീളം. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ വോട്ട് ശതമാനം മറികടന്നു പോകുമോ തരത്തിലുള്ള സൂചനകൾ ആണ് ആദ്യം വന്നത്. പക്ഷേ അങ്ങനെയല്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം പൊതുവിൽ പോളിംഗ് മന്ദഗതിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേനടുത്ത് എത്താനുള്ള സാധ്യത കുറവാണെങ്കിലും 70% പോളിംഗ് കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും എല്ലാവർക്കും ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ്. ആരും പ്രതീക്ഷയില്ല. ഈ വോട്ടെടുപ്പ് കഴിയുമ്പോഴും അവസാന മണിക്കൂറുകളിലും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണ് 3 മുന്നണികളുടെയും ക്യാമ്പുകൾ പങ്കുവയ്ക്കുന്നത്. ഉറച്ച വിജയപ്രതീക്ഷ. കഴിഞ്ഞ തവണത്തെ 19 എന്നുള്ളത് 2020 മാറ്റാൻ കഴിയുമെന്ന ഉറച്ച വിജയപ്രതീക്ഷ UDF കേന്ദ്രങ്ങളെ കൊണ്ട് രാവിലെ വലിയ നിര എല്ലാ ബൂത്തുകളിലും കണ്ടപ്പോൾ മുതൽ അങ്ങനെയാണ് കോൺഗ്രസിന്റെ UDF നേതൃത്വം അവകാശപ്പെട്ടത്. ഒരു സീറ്റിൽ നിന്ന് മികച്ച രീതിയിൽ മുന്നേറും. ഒരു സീറ്റ് ആലപ്പുഴ മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ ഇരട്ട അക്കത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾ. മുഴുവൻ സീറ്റ് ജയിക്കുമെന്ന് പറയുമ്പോഴും 2004 ആവർത്തിക്കുമെന്നും 2004 അടുത്ത് നിൽക്കുമെന്നും പറയുമ്പോഴും ഒരു 10 സീറ്റിനടുത്തേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും ഇടത് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ചുരുങ്ങിയത് 6 മുതൽ 8 വരെ സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും അവരുടെ പ്രതീക്ഷ അത്തരത്തിലാണ്. BJP ആകട്ടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 സീറ്റെങ്കിലും ലഭിക്കുമെന്നൊരു കണക്കാണ്. ഇരട്ട അക്കത്തിലേക്ക് പോകുമെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദമുണ്ടെങ്കിലും അതിലേക്ക് പോകില്ല എന്ന യാഥാർത്ഥ്യം സംസ്ഥാന നേതൃത്വം ഉൾക്കൊള്ളുന്നു. പകരം 3 സീറ്റ് വരെ പോകാം. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും തൃശൂരും ഉറപ്പായി വിജയിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അവിടെ തന്നെ തിരുവനന്തപുരം തൃശൂരാണ് ആറ്റിങ്ങലിനേക്കാൾ കുറച്ചുകൂടി മുൻഗണന അവർ നൽകുന്നത്. ഈ രീതിയിലാണ് മുന്നണികളുടെ ഇപ്പോഴത്തെയും അവകാശവാദങ്ങൾ, അവരുടെ പ്രതീക്ഷ. അല്പസമയത്തിനകം മുന്നണി നേതൃത്വങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു അവലോകനം നടത്തും. തെക്കൻ കേരളത്തിൽ കൊല്ലമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരം ആറ്റിങ്ങലും കഴിഞ്ഞാലുള്ള മണ്ഡലം. അവിടെ UDFന് വലിയ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ തങ്ങളുടെ ശക്തികേന്ദ്രങ്ങളിലൊന്നായ സംഘടനാപരമായ ശക്തികേന്ദ്രങ്ങളിലൊന്നായ കൊല്ലം ജില്ല തിരിച്ചുപിടിക്കാമെന്ന് CPM-ഉം ഇടതുമുന്നണിയും ആഗ്രഹിക്കുന്നു, കണക്ക് കൂട്ടുന്നു. എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം. BJPക്ക് അവിടെ അത്തരത്തിൽ വലിയ വിജയപ്രതീക്ഷയില്ലെങ്കിൽ പോലും അവരും ഒരു ശക്തമായ പോരാട്ടത്തിന് വഴി ഒരുങ്ങിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് BJP ഉള്ളത്. കൃഷ്ണകുമാർ എന്ന സിനിമാ താരത്തെ കൂടി അവരുടെ ദേശീയ കൌൺസിൽ അംഗത്തെ കൂടി ഇറക്കിയതോടുകൂടി അത്തരം ഒരു വിശ്വാസം അവർക്കുണ്ട്. പത്തനംതിട്ട അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അവിടെ ആന്റണി വീണ്ടും വിജയിച്ചു കയറുമെന്ന് UDF കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. എന്നാൽ MPക്കെതിരെയുള്ള വികാരം മണ്ഡലത്തിലുണ്ട്. ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് മുന്നണിയാണ് MLA-മാരെ ഉള്ളത്. അവിടെ രാഷ്ട്രീയമായി വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിജയിച്ചു കയറാം എന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്താണ് തോമസ് ഐസക് വോട്ട് ചെയ്തത്. അപ്പോൾ പോലും അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. പത്തനംതിട്ട ഇത്തവണ
ഇടതുമുന്നണി പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം അനിൽ ആന്റണിയെയാണ്. എ കെ ആന്റണിയുടെ മകൻ ബിജെപിയുടെ ദേശീയ നേതാവ് അനിൽ ആന്റണിയാണ് ബിജെപിയോട് രംഗത്തിറക്കിയത്. അവരും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ കൊല്ലം മാറ്റി നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിലെല്ലാം അതിശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട് എന്ന് വേണം പൊതുവിൽ വിലയിരുത്താൻ. താരതമ്യേന സംഘർഷരഹിതമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ. അല്പസമയം കരിപ്പൂരിൽ കരിപ്പൂരിൽ ബിജെപി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ സന്ദർശനം ബന്ധപ്പെടുന്ന അനിഷ്ട സംഭവങ്ങളുണ്ടായി. സ്ഥാനാർത്ഥിക്കെതിരെ പോലും ശ്രമമുണ്ടായെന്ന് ബിജെപി CPM ആരോപിക്കുന്നു. ചിലയിടങ്ങളിൽ ഇന്ന് കള്ള വോട്ടിന് സമാനമായി വോട്ട് ചെയ്യാൻ, അതായത് യഥാർത്ഥ വോട്ടെടുത്തപ്പോൾ വോട്ട് ചെയ്തു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയിട്ടുണ്ട്. പലയിടത്തും പോളിംഗ് മന്ദഗതിയിലായിരുന്നു. മനഃപൂർവ്വമാണ് പോളിംഗ് മന്ദഗതിയിലാക്കിയെന്ന ആരോപണം പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പ്രമുഖർ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുമുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നുപോകുന്നു. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലാണ്, കണക്കെടുപ്പുകളാണ്, അവകാശവാദങ്ങളാണ്. അതിന് ഒരു മാസത്തിൽ